അപ്പോൾ നമസ്കാരം ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള 2 നില വീട്, നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാവുംപുറത്താണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഒരു വീടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത്. നല്ല മനോഹരമായിട്ട് പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ള 2 നില വീടാണ് നമുക്ക് വരുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും നല്ല മനോഹരമായ വീട്. നല്ല ഒരു 20-30 വില്ലാസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയക്കകത്താണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കാണുന്ന വില്ലാസ് എല്ലാം നമുക്ക് ഏകദേശം നമുക്ക് സോൾഡ് ഔട്ടായി ആൾതാമസമുള്ള ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും 250 മീറ്ററും സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് എത്തിപ്പെടാനുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്ര നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഈ വീടിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എലിവേഷനും കാര്യങ്ങളും കണ്ടതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിമും അതുപോലെ തന്നെ കേബിൾ റൂഫും എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീടിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലെല്ലാം നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്ക് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഫ്രണ്ടേജ്, അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നമുക്ക് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വീടാണ് നമുക്ക് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു കവേർഡ് കാർ, എത്ര വലിയ SUV വണ്ടി ആയാലും നമുക്ക് സുഖമായിട്ട് ഈ ഒരു പാർക്കിങ്ങിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു കാർ പാർക്കിൽ കിട്ടുന്നുണ്ട്. കാർ പാർക്കിൽ വരുന്ന ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തി പണി ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോളാണ്. സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ, നമുക്ക് ബാക്ക് എൻഡ് വരെ നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ പ്രൊവിഷൻ ഒരു കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഗ്യാസ് ചേമ്പറും കാര്യങ്ങളും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ബാക്കിലെ കിച്ചണിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന വർക്ക് ഏരിയയുടെ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്ന കുറച്ച് വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സിറ്റൗട്ട് നമുക്ക് വരുന്നുണ്ട്. 2 സ്റ്റെപ്പ് നമുക്ക് ഒരു എൻട്രൻസിനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ള 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ഗ്രാനൈറ്റ് വച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. 7x6 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തൂണുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ഫോൾ സീലിംഗിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം രീതിയിലുള്ള ഒരു ഡെക്കറേഷനും അതുപോലെ തന്നെ പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു എലഗൻറ്റ് മെത്തേഡിലാണ് നമുക്കൊരു ഫ്രണ്ട് ഡോർ വലിയ പാളിയിലാണ് നമുക്ക് ഫ്രണ്ട് ഡോർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തേക്കിൻ്റെ അടിയിൽ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ സിറ്റൗട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവുകയാണ്. നല്ല പ്രീമിയം രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ നമുക്ക് ഒരു വീടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ പ്ലസ് അതുപോലെ തന്നെ ലിവിങ് ഏരിയ എല്ലാം നമുക്ക് വരുന്ന ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗത്താണ് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ നല്ല TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്പേസും യൂട്ടിലൈസ് ചെയ്താണ് TV യൂണിറ്റ് ഏരിയ ചെയ്തിരിക്കുന്നത്. ബാക്ക് എൻഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പാനൽ വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണാൻ പറ്റും. തൊട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത്ര നല്ല വാസ്റ്റ് ഏരിയയിലാണ് നമുക്ക് ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കിട്ടിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. 22x18 ഡയമെൻഷൻ വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റിലാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് നമുക്കവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ നമുക്ക് ലിവിങ് ഏരിയ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പാനൽ വർക്കും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനാക്കി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും പാർട്ടീഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ
ആണ് ഈ കാണുന്നത്. അപ്പം ഡൈനിങ് ഏരിയയ്ക്കായിട്ടും നല്ല സ്പേസ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്പെഷ്യലായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ മാത്രമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേസ് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് നല്ലൊരു സ്മാർട്ട് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഒരു കോറിഡോർ പോലത്തെ ഒരു സ്പേസ് നമുക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റ്, അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ ഗ്ലാസ് ഡോറാണ്. സ്ലൈഡിങ് ഡോറ് നമുക്ക് യൂസ് ചെയ്ത് നമുക്കത് മാറിയതിന് ശേഷം ബാക്ക് എൻഡിലായിട്ട് നമുക്ക് കിണറും അതുപോലെ തന്നെ ചെറിയൊരു സിറ്റിംഗ് ഏരിയയും നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള, ഈ ഒരു ഭാഗത്ത് ക്ലോസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. 10x6 ഡയമെൻഷനാണ് ഈ ഒരു കോട്ടയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കിച്ചണിൻ്റെ എൻട്രൻസും കാര്യങ്ങളെല്ലാം നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ്, അതുപോലെ തന്നെ നമുക്ക് ഫാൻസി ലൈറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ നമുക്ക് കിച്ചണിൻ്റെ ഈ ഒരു സ്പേസിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളർ തീമും കാര്യങ്ങളും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ള ഒരു വർക്ക്, കബോർഡിൻ്റെ വർക്ക് നമുക്കിവിടെ കിച്ചണിൽ വരുന്നുണ്ട്. ചിമ്മിനി ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്പേസ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്കെടുത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രിഡ്ജും കാര്യങ്ങളും പ്ലേസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ കൂടെയാണ്. ഒരു സ്ലാബും അതുപോലെ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഭാഗം. മെയിൻ ഹാളിൻ്റെ സൈഡിലായിട്ട് വലിയൊരു വിൻഡോ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ അടിപൊളിയായിട്ടുള്ളൊരു വിൻഡോ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ സമയങ്ങളിൽ നമുക്ക് ലൈറ്റ് നല്ല ധാരാളമായിട്ട് വീടിനകത്ത് കിട്ടത്തക്ക രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാറ്റും നല്ല അടിപൊളിയായിട്ട് വീടിനകത്ത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വലിയ വിൻഡോ നമുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക് എൻഡിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വലിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ബെഡ്റൂമിലോട്ട് പോവാം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ വലിയൊരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഫ്ലോട്ടിംഗ് ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു മെത്തേഡിലുള്ള ഫോൾ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ പാനൽ വർക്കും കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ നല്ല മനോഹരമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ ചെയ്തേക്കുന്നതും. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തേക്കിൻ തടിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഡിസൈന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പെല്ലാം നമുക്ക് സിംഗിൾ സ്റ്റോപ്പ് സപ്പോർട്ടീവായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് മാർബിൾ വരുന്ന സ്റ്റെപ്പാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സ്റ്റെപ്സും കാര്യങ്ങളാണ് ഈ ഒരു വീടിൻ്റെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസർ ലൈറ്റ്സ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ഫാൻസി ലൈറ്റ്സ് നമുക്കിവിടെ ഈ ഒരു മോൾ ഭാഗത്ത് ഫർഗോളയുടെ ആ ഒരു ഭാഗത്ത് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത് നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു 3 ബെഡ്റൂം, ഒരു മെയിൻ ഹാൾ, മെയിൻ ബാൽക്കണിയാണ് നമുക്കിവിടെ ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 15x22 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ കിട്ടുന്നത്. നല്ല ഒരു ചെറിയൊരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് കമ്പ്യൂട്ടറും കാര്യങ്ങളായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബുക്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഷെൽഫ് പോലെ കബോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ യൂസ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗം കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്.
ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാനൽ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് മെയിൻ ഭാഗത്ത് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് വരുന്നത്. ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു മെത്തേഡിലുള്ള ഫോൾ സീലിംഗ് ആണ് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലോട്ട് വരുന്ന അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 ഡയമെൻഷൻ തന്നെയാണ് ഈ റൂം സൈസ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കല്ല, നമുക്ക് ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മോഡലിൽ വരുന്ന ഒരു വാൾ റൂപ്സും നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ള അതിനുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഈ കാണുന്നതാണ് വീണ്ടും ലാസ്റ്റ് ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂം സൈസിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ടെക്സ്ചർ വർക്ക് വരുന്ന പെയിൻറ്റും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു വാൾ റൂപ്സ് ഫ്ലോട്ടിംഗ് ഡിസൈനിൽ വരുന്ന ഒരു വാൾ റൂപ്സും നമുക്കിവിടെ അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്താണ് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പാനൽ വർക്കും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും 10x10 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ബാൽക്കണിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കി കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് നമുക്കിവിടെ വരുന്നുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ വുഡും അതുപോലെ തന്നെ ഇരുമ്പിലുമാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് കാവുംപുറത്തുള്ള 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത് തീർത്ത 4 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ മോഡുലാർ രീതിയിൽ വരുന്ന ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 88 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ചോദിക്കുന്നത്. 88 lakhs ആണ് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ അറിയാനായിട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.